കിശോര രാമായണം. രചന ശ്രീ ശ്രീനിലയം രതീശൻ മൺറോത്തുരുത്ത്. കർക്കിടക മാസം കിശോര രാമായണം പാരായണം ഭാഗം 2. പാരായണം ചെയ്യുന്നത് ഡോക്ടർ ആര്യലക്ഷ്മി. ബഹുമുഖപ്രതിഭ, നല്ലൊരു ഗായിക, അഭിനേത്രി, മെഹന്തി ആർട്ടിസ്റ്റ്, ചിത്രരചനയിൽ പ്രാവീണ്യം. കൊല്ലം ജില്ലയിലെ എഴുകോൺ സ്വദേശി. സംഗീതത്തിൽ കൊല്ലം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം കാര്യവട്ടം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രിയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDയും കരസ്ഥമാക്കി. കച്ചേരികളും ക്ലാസിക് ഫ്യൂഷനുകളും ചെയ്യുന്നു. കൂടാതെ ഓൺലൈൻ മ്യൂസിക് ക്ലാസ് എടുക്കുന്നു. കലാമത്സരങ്ങളിൽ പങ്കെടുത്തിരുന്ന പഴയ കലാവേദികളിലൊക്കെ ഇപ്പോൾ ജഡ്ജായി മാറിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ക്ലാസിക്കൽ മ്യൂസിക് സെക്ഷനിൽ കാഷ്വൽ അനൗൺസറായി ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ശ്രീ ഷിജോ, ചെമ്പഴഞ്ഞി, തിരുവനന്തപുരം സ്വദേശി, സൗണ്ട് എഞ്ചിനീയറാണ്. ഫിലിം ഫീൽഡിൽ പിന്നണി ഗാനരംഗത്തുള്ള നിരവധി ആൾക്കാരുടെ ലൈവ് പ്രോഗ്രാമിന് സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീ യേശുദാസ്, ശ്രീ വിധു പ്രതാപ്, ശ്രീമതി ജോസ്ന, ശ്രീ ബാലഭാസ്കർ, ശ്രീ ഇഷാൻ ദേവ്, ശ്രീ ജാസി ഗിഫ്റ്റ്, ശ്രീമതി ഭാവന രാധാകൃഷ്ണൻ തുടങ്ങിയവർക്ക് ലൈവ് പ്രോഗ്രാമിൽ സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉത്തമ സ്ത്രീത്വം അമരില്ലൊരിക്കലും. പവിത്രതയാമൊരു തരുണിതൻ കരം പേറാൻ 1000 കരങ്ങൾക്കും ശക്തി പോരാതായി. പതിഭക്തയാമിവൾതൻ പരിണയം സാധ്യമാക്കാൻ തല 10 പുകഞ്ഞിട്ടും കാര്യമില്ലാതായി. ദൃഢവ്രതയാമിവൾതൻ ഹൃദയത്തിലിടം നേടാൻ പകലന്തി പണിപ്പെട്ടാൽ കഴിയുകയില്ല. അനുരാഗ ചടുലതയിൽ അനുനയ വാക്കു ചൊല്ലി ഇളക്കുവാൻ കഴിയാത്ത മനമിവൾക്ക്. കാമാർത്ത നേത്രങ്ങൾ 20 ചുഴറ്റിയിടുമാ നമ്രശിരസിളക്കാൻ കഴിഞ്ഞതില്ല. പരിചാരക വൃന്ദത്തിന്റെ ഗീരുകൾ കേട്ടിട്ടൊന്നുമാ സാധ്വി സീതാമനം തെല്ലുമിളകയില്ല. ആകുലചിത്തയായും ചിതറിയ ചിഗുരഭരം വിരൽ തുമ്പാലിടപിരിച്ചും മിഴിതുടച്ചും പതിതന്റെ കരവലയ പുണരലി അമരുവാൻ നവരസമകലയല്ലേ എന്നുറച്ചുകൊണ്ടും. ദശമുഖ മണ്ഡോദരി നിൻ പ്രിയയോർക്കദുഷ്ട കുശലങ്ങളൊക്കെ ഞങ്ങവളിലാകാം. വശപ്പെടുത്തുവാൻ എന്നെ കൊടിയ പാപങ്ങൾ ചെയ്തു വശക്കേടുവരുത്തേണ്ട ഫലിക്കയില്ല. കടന്നെന്നെ സ്പർശിച്ചെന്നാൽ കൈത്തലം കരിഞ്ഞേ പോകും. തൊട്ടുപോയാൽ പൊള്ളും ദേഹം കടന്നുപോ ദുഷ്ട. മേലിൽ രാജമന്ദിരം പൂകൂ വേഗം. ജനനന്മയ്ക്കായി ഭരിക്കൂ. ശ്രീരാമനെന്റെ നാഥൻ തേടിയെത്തും വൈകിയില്ല. കുലനാശം വരുത്തേണ്ട വികടജന്മമേ, മോചനം വേണ്ടെനിക്ക് മോചിതയാക്കും നാഥൻ. ജീവരക്ഷ വേണേ തന്ത്രം മെനഞ്ഞുകൊള്ളൂ. ഭാരതത്തിൻ ധീരകൾ തൻ പവിത്രമാം ഹൃത്തലത്തിൽ പതിയണം മൈഥിലിതൻ ചിത്രമെന്നെന്നും. രാവണൻ പോൽ നരാധമ ശക്തികൾക്കെതിരെയായി ധീരതൻ രക്ഷാ
അമരില്ലൊരിക്കലും ഉത്തമ സ്ത്രീത്വമെങ്ങും അമരില്ലൊരിക്കലും. ശ്രീ സോമദാസ് സാറിന് കിശോര രാമായണത്തെക്കുറിച്ച് തുടർന്ന് പറയാനുള്ളത് കേൾക്കാം. അപ്പോൾ രണ്ടാമം ഭാഗം ഈ ഓരോ ഭാഗത്തിലെയും കുറെ കൂടെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ചിത്രങ്ങളിൽ വലിയ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചിത്രങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. വാൽമീകി രാമായണത്തിലുണ്ട്. ഈ ദഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയതിനകത്തും എല്ലാം ഇല്ല, എന്നാലും ഇപ്പം തന്നെ ജടായു, രാവണൻ സീതയെ കൊണ്ടുപോയപ്പോൾ ജടായു അവന്ന് ആക്രമിക്കുന്നു, തൻ്റെ സ്വാമിയുടെ പത്നിയെ കട്ടുകൊണ്ടുപോകണമെന്ന് അവൻ ആക്രമിക്കുന്നു. അതിൽ പരാജയപ്പെടുന്ന ആ ഒരു രാവണൻ തൻ്റെ ചന്ദ്രഹാസം എടുത്ത് ജടായുവിനെ വെട്ടുന്ന ആ ഒരു ചിത്രം അതിലുണ്ട്. നമ്മുടെ ഇവിടെ ജടായു പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ജടായു മംഗലം എന്ന് പറയുന്നു. അവിടെയാണ് ജടായു ചിറകറ്റ് വീണതെന്ന് പറയുന്നു. പക്ഷേ അത് കാലികമായ ആ ഒരു ഭാഗത്തിൽ ചേർത്തിരിക്കുന്നു. ഏത്? ആ ഒരു രേഖാചിത്രം. അത് അങ്ങനെയുള്ള ഓരോന്നും ഈ ഹനുമാൻ പിന്നെ മരുത്വാമലയിൽ പോയി അതെടുത്തുകൊണ്ട് വരുന്നതും അങ്ങനെയൊക്കെയുള്ള ഓരോരോ പിന്നെ സേതുബന്ധനത്തിൻ്റെ ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകത്തക്കവണ്ണം വളരെ ഹൃദ്യമായിട്ടുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ഈ കിശോര രാമായണം. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും. ആ പ്രയോജനം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം മുതിർന്നവർക്ക് തന്നെയാണ്. കാരണം ഒന്നാമത് കാര്യം, പുസ്തകം എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ മുതിർന്ന കുട്ടികൾ അമ്മയോ അച്ഛനോ പറഞ്ഞു കൊടുത്തില്ല എങ്കിലും അവർക്ക് തനിയെ പുസ്തകം എടുത്ത് വായിച്ച് ഗ്രഹിക്കാനുള്ള ലളിതമായ രീതിയിൽ ഒരു യത്നം കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ രചന. ഏറ്റവും വലിയൊരു സൗകര്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് ഈ രതീശ സാറ് നമ്മുടെ ഈ വരുന്ന സമൂഹത്തോട് പുതിയ ജനറേഷനോട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഉള്ള അനേകം മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള നമ്മുടെ ഹൈന്ദവ വിജ്ഞാനകോശങ്ങളും ലളിതമായ ഭാഷയിൽ അദ്ദേഹത്തിന് എഴുതുമാറാകട്ടെ. യോഗശൈല എന്ന് പറയുന്നു. അദ്ദേഹം എത്രയും സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കിശോര രാമായണത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.